ഹലോ, നമസ്കാരം. കുറേ വർഷം മുമ്പ് ഒരു ദിവസം ആൾ എൻ്റെ നമ്പർ എവിടുന്നോ കളക്ട് ചെയ്തിട്ട് ആളുടെ വൈഫിന് കൊടുത്തു. എന്നിട്ട് വൈഫ് ആ ലേഡി എന്നെ വിളിക്കുകയാണ് അവരുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരുടെ റിക്വയർമെൻറ്റ് കേട്ടപ്പം അതൊരു കുറച്ച് വലിയ കേക്കാണ്, കുറച്ചധികം ഫോണ്ടൻ വർക്ക്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ സമ്മതിച്ചു. അങ്ങനെ പ്രൊസീഡ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഫോണ്ടൻ വർക്ക്സ് കുറേ ഉള്ളതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ അതെല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു വെച്ചു. പിന്നെ കുറേ അധികം സ്പഞ്ച് ചെയ്യാനുണ്ടായിരുന്നു, അതും നന്നായിട്ട് ചെയ്തു. അങ്ങനെ റിക്വയർഡ് ഡേറ്റിൻ്റെ മുമ്പത്തെ ദിവസം മറ്റേ അവരെന്നെ വിളിച്ചിട്ട് പറയാണ്, ഒരു ചെറിയ പ്രശ്നമുണ്ട്, നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തോന്ന്. ഞാൻ ചോദിച്ചു എന്താ പറ്റിയത്? അപ്പോൾ പറഞ്ഞു ഹസ്ബൻഡ് ഞാനിങ്ങനെ വർക്ക് തന്നത് അറിയില്ലായിരുന്നു, പുള്ളി വേറെ ഒരിടത്ത് നിന്ന് കേക്ക് പറഞ്ഞു, നമ്മുടെ ഒരു റിനൗണ്ട് ആയിട്ടുള്ള ബേക്കറി, അപ്പോൾ അവിടെ നിന്നാണ് കേക്ക് പറഞ്ഞത്, അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. എൻ്റെ വർക്കിൻ്റെ പകുതിയോളം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ചെയ്ത് തീർന്നിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോഴാണ് ഇവരിത് പറയുന്നത്. എനിക്ക് സങ്കടം വന്നത് ഞാൻ ഇത്രയും വർക്ക് ചെയ്തല്ലോ എന്നുള്ളതിൻ്റെ പേരിലല്ല, ഇവർക്ക് എൻ്റെ മേലുള്ള വിശ്വാസം ഇല്ലാണ്ടാണ് ഞാൻ ഇവർക്ക് വേണ്ടി ജോലി ചെയ്തത് എന്ന് ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. ഞാൻ അത്ര പോരാ എന്നുള്ളത് എന്നോടൊരാൾ ഇൻഡയറക്റ്റ്ലി പറയണമായിരിക്കും എനിക്ക് ഫീൽ ചെയ്ത് കേട്ടോ. മറ്റെന്തിനേക്കാളും വലുത് അഭിമാനമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാനൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ക്യാൻസൽ ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല എന്ന്. അവരുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് നിന്നാണ് അവർ നമ്പർ വാങ്ങിയിട്ട് എന്നെ വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻ ഹസ്ബൻഡിന് അറിയില്ല. എന്നിട്ട് ഇതേ കാര്യം ഹസ്ബൻഡ് വേറൊരിടത്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമല്ലേ. ടോട്ടൽ ലോസാണ് എനിക്ക് സംഭവിച്ചത്. ധനനഷ്ടം, സമയനഷ്ടം, അധ്വാന നഷ്ടം എല്ലാം കൊണ്ടും. അന്നൊന്നും ഇങ്ങനെ എപ്പോഴും വർക്ക് ഉള്ളതല്ല. അപ്പോൾ ഒരു വർക്ക് ക്യാൻസൽ ആയാൽ അത് കഴിഞ്ഞു, പിന്നെ അത് വേറെ എവിടേക്കും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അതതിൻ്റെ ബിറ്റർ സൈഡ്. ഞാൻ അവരുടെ കോൺടാക്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവർ പിന്നെ ഒരിക്കലും എന്നെ അപ്രോച്ച് ചെയ്തിട്ടില്ലെങ്കിലും അവരിപ്പോഴും എൻ്റെ കോൺടാക്ട് ലിസ്റ്റിലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളുടെ ഒരുപാട് പേരുടെ സ്നേഹവും സപ്പോർട്ടും എനിക്കിപ്പോൾ കിട്ടുമ്പോൾ അത് ഫീഡ്ബാക്കിൻ്റെ രൂപത്തിലും അപ്രിസിയേഷൻ്റെ രൂപത്തിലും ഒക്കെ, അതേപോലെ പല പല മേഖലയിൽപ്പെട്ട ആളുകൾ എനിക്ക് വർക്ക് തരുമ്പോൾ, അതേപോലെ പലതരത്തിൽപ്പെട്ട വർക്ക്സ് ഞാൻ ചെയ്യുമ്പോൾ ഇതിൻ്റെയൊക്കെ അപ്ഡേഷൻസ് ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട് സ്റ്റേറ്റസിലൊക്കെ. അവരത് കാണാറുമുണ്ട്. അവർ അറിയാണ്ടാണെങ്കിലും റിജക്ഷൻ്റെ വേദനയാണ് അന്ന് അവരെനിക്ക് തന്നത്. ഇപ്പോൾ കുറച്ചെങ്കിലും എനിക്ക് എന്നെ അവരുടെ മുമ്പിൽ പ്രൂവ് ചെയ്യാൻ പറ്റുമ്പോൾ അന്ന് നഷ്ടപ്പെട്ട ആ അഭിമാനം ഉണ്ടല്ലോ, അതാണ് ഇരട്ടിയായിട്ട് എനിക്ക് തിരിച്ചു കിട്ടുന്നത്. ചിലപ്പോൾ അവരത് മറന്നുപോയി കാണും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വേദന കൊടുക്കുന്നവർ മറക്കുമല്ലോ, കിട്ടുന്നവരല്ലേ അത് മറക്കാണ്ടിരിക്കുക. ഇങ്ങനെ കുറേ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് റിജക്ഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, എത്ര പേര് നമ്മൾ റിജക്റ്റ് ചെയ്തോട്ടെ, നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം മാത്രമാണ് വർക്ക് ഹാർഡ്. ഒരു ടാർഗറ്റ് എത്തുമ്പോൾ അത്രയും മതി എന്ന് വിചാരിക്കുകയല്ല, ഇനിയും ഇതിലും മുന്നോട്ട് പോകാനുണ്ടെന്ന് വിചാരിക്കുക. രാത്രിയും പകലും കഷ്ടപ്പെടുക. അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെ കുറേശ്ശെ നമ്മളിലേക്ക് തിരിച്ചു വരും. അത് കാണുന്ന കുറേ പേരുടെ കൂട്ടത്തിൽ ആ റിജക്റ്റ് ചെയ്ത ആൾക്കാരും ഉണ്ടാവും. ആൻഡ് ഈ ഫ്ലേവർ ബോർഡ് സ്ട്രോബെറി വാനില ക്രീം ആൻഡ് സോൾട്ടഡ് കാരമൽ ഞാൻ ചെയ്തത് ഋതുവിന് വേണ്ടിയിട്ടാണ്, അവരുടെ ആനിവേഴ്സറിക്ക്.